ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ 3G വണ്ടിയുടെ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കിന് കയറ്റിയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതുമ്മേ യൂസ് ചെയ്തത് ഹോണ്ടയുടെ കമ്പനി ലൈൻഡർ തന്നെയാണ്, പുതിയ ലൈൻഡറാണ്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ഓൾറെഡി നമുക്ക് മഴയൊക്കെയാണ് തന്നെ, അപ്പോൾ ക്യാമ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിങ് നടത്തി റീസെറ്റ് ചെയ്യേണ്ടത്. അത് ഫ്രണ്ടും ബാക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എയർ ഫിൽറ്റർ ഒരല്പം പൊടിയൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് എന്തായാലും അഴിച്ച് എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്നുണ്ട്, അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. CVT ക്ലച്ചാണ്, അത് നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിങ് നടത്തേണ്ട പാർട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. കൂട്ടത്തിൽക്കൂടെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. വണ്ടി നല്ല ജെർക്കിങ് വണ്ടി എടുക്കുന്ന സമയത്ത് അതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാണ്. അപ്പോൾ നിലവിൽ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഭാഗമൊക്കെ ഓക്കെയാണ്. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഓയിൽ ലീക്ക് ആരംഭമാണ് ഈ കാണുന്നത് കേട്ടോ. ഫസ്റ്റ് ആയി തുടങ്ങിയിട്ടുള്ളൂ. കൈയോടെ നമുക്ക് അതിൻ്റെ ഓയിൽ സീലൊക്കെ മാറ്റിയിടാം. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനാണ് നോക്കണേ. അപ്പോൾ ബെൽറ്റ് നമ്മൾ ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ. സെൻറ്റർ പോർഷൻ നോക്കുമ്പോൾ ബെൽറ്റ് പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അത് കൈയോടെ അത് മാറ്റി കളയാം. കാരണം എന്താ വെച്ചാൽ അതല്ലെങ്കിൽ നമ്മൾ ഇനി ബാക്കിയത്തെ പെട്ടെന്നായിരിക്കും ഡാമേജിലേക്ക് വരാം. ഈ സൈഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊട്ട് വീണുണ്ട് ഈ സൈഡൊക്കെ കണ്ട. അപ്പോൾ അത് കൈയോടെ മാറ്റി കളഞ്ഞേക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കി ബെൻഡക്സ് യൂണിറ്റിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിങ്ങൊക്കെ ഓക്കെയാണ്, പ്രശ്നമില്ല. വേരിയേറ്റർ ബോഡി റോളറൊക്കെ ആയാലും ഓക്കെയാണ്, പ്രശ്നമില്ല. ഈ ക്ലച്ച് യൂണിറ്റ് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം, കാരണം അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ ക്ലച്ചിൻ്റെ ഔട്ടർ ഒന്ന് പോളിഷ് ചെയ്ത് കയറ്റാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ജെർക്കിങ് കാണിക്കുന്നുണ്ട് വണ്ടി. അതേപോലെ തന്നെ നമ്മൾ എഞ്ചിൻ ഓയിൽ ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ഗിയറിൻ്റെ ഓയിലും കൂടി നമുക്ക് നോക്കണം കേട്ടോ. പിന്നെ അതേപോലെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ഹെഡിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്ക് ആരംഭമുണ്ട്. ആ ഹെഡ് ഗ്യാസ്കറ്റ്, ആ കവർ ഗ്യാസ്കറ്റിൻ്റെയാണ്, അതൊന്ന് മാറ്റിയിട്ടേക്കാം. ചോക്ക് കേബിൾ, ആക്സിലേറ്റർ കേബിളൊക്കെ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്കിൻ്റെ കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് നോക്കി നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് കേബിൾ, ഈ കേബിൾ പുതിയ കേബിളാണ്, വലിയ പഴക്കമില്ല. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഉണ്ട്, ഇത്രയും തന്നെ ഈ ഇതിനുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ അത് ഔട്ടർ വലിഞ്ഞേക്കണതുകൊണ്ട് അങ്ങോട്ട് കയറി നിൽക്കണം ഈ കാണണം കേട്ടോ. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് ബ്രേക്ക് ജാമാവാനും നമുക്ക് തള്ളണ സമയത്തൊക്കെ ഒരു നീങ്ങാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. കാരണം കോമ്പി ബ്രേക്കിൻ്റെ ആയതുകൊണ്ട് ലോഡായി കിടക്കുക നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും മാറ്റിയിട്ടേക്കാം. കാരണം അതല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ജാമിങ് കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ അതൊരു സേഫ്റ്റിയുടെ ഭാഗം കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്തിട്ടാകും. പിന്നെ അതേപോലെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ കോളർ റൂഷൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിടാം. നമുക്ക് കോളർ സെറ്റപ്പാടി മാറ്റിയിട്ടാണ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. കാരണം അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ കുഷ്യൻ റബ്ബറും ഇതിൻ്റെ റബ്ബറും പോയി കിടക്കുന്നുണ്ട്, അതൊന്ന് ചേഞ്ച് ചെയ്തിടണം. പിന്നെ ബാറ്ററിയും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്യണുണ്ട്. ഇത് ഇരിക്കുന്നത് ആംകോൻ്റെ ബാറ്ററിയാണ്, ഇത് ഇരിക്കണ ബാറ്ററി. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 12.5 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. 12.68 വരെ വന്നുണ്ട്. അത്യാവശ്യം നല്ല വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ബാറ്ററിയിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട്. നമുക്ക് ബാറ്ററിയുടെ വോൾട്ട് മാത്രം പോരാ, ആംബിയറും കൂടി കറക്റ്റ് ആവണത്. ഇതിപ്പോൾ നിലവിൽ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കുക. വോൾട്ട് ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള ആംബിയർ ബാറ്ററിക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് സെൽഫൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ തൊട്ടടുത്ത് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും സെൽഫിൻ്റെ ഒരു കംപ്ലൈൻറ്റ് കാണിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് കുറച്ചങ്ങനെ നീണ്ട് ഓടാം. ഇപ്പോൾ നമ്മളിപ്പോൾ ചില കേസിൽ നമ്മൾ ടെസ്റ്റ് ചെയ്താലും നെക്സ്റ്റ് സർവീസൊക്കെ ആയാലും സിമ്പിളായിട്ട് കിടന്ന് ഓടാറുണ്ട് ചില കേസിൽ. ചിലത് പിറ്റേ ദിവസം തന്നെ കംപ്ലൈൻറ്റ് വന്ന കേസുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് പറയണതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാം. കംപ്ലൈൻറ്റ് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാം ബാറ്ററിയാണ്, ബാറ്ററി റീപ്ലേസ് ചെയ്താലാണ് ആ കംപ്ലൈൻറ്റ് മാറുള്ളൂ. കാരണം ബാറ്ററിയുടെ ലൈഫ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഡാമേജ് ആയിട്ടാണ് കാണിക്കണത്, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ശരിക്കും പ്ലഗും കൂടി അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നല്ല ഹീറ്റിംഗ് വന്ന ഭാഗമാണ്. മെറ്റൽ പാർട്സ് എന്ന് പറയുമ്പോൾ ഹീറ്റ് വരുമ്പോൾ ശരിക്കും എക്സ്പാൻഡ് ആവും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ പ്ലഗ് നമ്മൾ ഓവർ ടൈറ്റിലിരിക്കുക. സാധാരണ നമ്മളൊരു ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ പോലും ഓവർ ഹീറ്റിംഗ് വന്ന പോർഷൻ ആയതുകൊണ്ട് തന്നെ ത്രെഡ് എക്സ്പാൻഡ് ആവണതിനനുസരിച്ചിട്ട് ചില കേസിൽ നല്ല ടൈറ്റ് കാണിക്കാറുണ്ട്. ഇപ്പോൾ നിലവിൽ അത് അഴിക്കാൻ കിട്ടുന്നില്ല, നല്ല രീതിയിലുള്ള ടൈറ്റാണ്. നമ്മൾ ഇപ്പോൾ ബലം പിടിച്ചഴിച്ചാൽ ചിലപ്പോൾ ഒടിയാനുള്ള സാധ്യതയുണ്ട്. അപ്പം നിലവിലിപ്പോൾ തൽക്കാലം ആ സ്ഥിതി തന്നെ നിലനിർത്താം. നെക്സ്റ്റ് സർവീസിൽ നമുക്ക് ഇതൊക്കെ ചെയ്യേണ്ടതാണ്, എയർ ഫിൽറ്ററും പ്ലഗൊക്കെ മാറ്റേണ്ടതാണ്. അപ്പോൾ അടുത്ത സർവീസിൽ എന്തായാലും അഴിക്കണ സമയത്ത് പൊട്ടാണെന്നുണ്ടെങ്കിലുള്ള പ്രോബ്ലം വെച്ചാൽ നമുക്കത് അഴിച്ചിട്ട് ലെയ്ത്തിലോ കൊടുത്തിട്ട് വേണമൊക്കെ അഴിച്ചെടുക്കാനായിട്ട്. അങ്ങനത്തെ ഒരു റിസ്ക് ഉള്ളതുകൊണ്ടാണ് ഈ തവണത്തേക്ക് ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞതിൻ്റെ കേസ്. അപ്പോൾ അടുത്ത സർവീസിൽ നമുക്കത് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ റീപ്ലേസ് ചെയ്യാനുണ്ട്. ഇത്രയും കേസാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മാറ്റേണ്ടി വന്ന പാർട്സുകളുടെ ഒരു ലിസ്റ്റ് ജസ്റ്റ് നിന്ന് പറയാം. എഞ്ചിൻ ഓയിൽ അത് നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ലിങ്കിൻ്റെ ബുഷുകൾ ഫൈബർ ബുഷാണ് വരാം. ഫൈബർ ബുഷും ഈ ഫ്രണ്ടിൽ വന്ന ഗ്രീൻ ടൈപ്പ് ബുഷ് അതൊന്നും മാറ്റിയിട്ടേക്കാം.
പിന്നെ ബാറ്ററി കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്, അത് ഞാൻ എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് സ്വിച്ച് ലൂസ് കോൺടാക്റ്റ് കാണിക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ സെൽഫ് എടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് ആ ബ്രേക്ക് സ്വിച്ചിൻ്റെയാണ്, അത് കൈയോടെ മാറ്റിയിട്ട് അത് ഏകദേശം ഒരു 40-50 രൂപ എന്തോന്നോ കോസ്റ്റ് വരുള്ളൂ. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കിത് ഇതിൻ്റെ ഈ ഒരു കേബിളൊന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ ക്ലച്ചിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിൻ്റെ ഈ ബെൽറ്റ് പൊട്ടിയിരിക്കുന്നുണ്ട്, ബെൽറ്റ് റീപ്ലേസ് ചെയ്തിടാം. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ മാറ്റിയിടാം. ഈ ക്ലച്ച് ഔട്ടർ ഒന്ന് കൊടുത്ത് പോളിഷ് ചെയ്ത് കയറ്റാം. ഇത്രയും കേസാണ് നമുക്ക് ഈ വണ്ടിയുടെ മെയിൻ്റനൻസും സർവീസുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. അതേപോലെ ഗിയർ ഓയിൽ ചെക്ക് ചെയ്തിട്ട് പ്രോബ്ലം ആണെങ്കിൽ അതുകൂടി ഒന്ന് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വാട്സാപ്പിലേക്ക് ഒന്ന് ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. നമുക്ക് ഈ ടൈലൈറ്റ് ഗ്ലാസിൻ്റെ ഈ സൈഡൊക്കെ ചെറുതായിട്ടൊരു പൊട്ട് വീണിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇത് ബാക്ക് എന്തോ ടച്ച് ചെയ്താണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വർക്ക് കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ചിട്ട് കോൺടാക്ട് ചെയ്യാം. ഓക്കെ.